Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കൈത്താക്കാലം രണ്ടാം ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കൈത്താക്കാലം ഫലം പുറപ്പെടുവിക്കലിൻ്റെ കാലമാണ്. പഴയ നിയമ വായനകളിൽ രണ്ടാമത്തേതിൽ ഇന്ന് ഈ ഒരു ഫലം പുറപ്പെടുവിക്കലിനെ കുറിച്ച്, ഫലത്തെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. യേശയ്യാ നബിയായുടെ പ്രവചനം 4-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മൾ ഇന്ന് വായിക്കുന്നത്. 4-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: അന്ന് കർത്താവിൻ്റെ ശാഖ മനോഹരവും മഹനീയവുമായിരിക്കും. ഭൂമിയുടെ ഫലമാകട്ടെ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ ഔന്നത്യവും സൗന്ദര്യവുമായിരിക്കും. ഇവിടെ കർത്താവിൻ്റെ ശാഖയെക്കുറിച്ച്, അന്ന് ഭാവിയിലുള്ള രക്ഷാ ദിവസത്തിലുള്ള കർത്താവിൻ്റെ ശാഖ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് മിശിഹായെ തന്നെയാണ്, മനുഷ്യരക്ഷകനായി വന്ന മിശിഹായെ തന്നെയാണ് എന്ന് സഭാപിതാവായ ആഗസ്തീനോസ് ഈ വിശുദ്ധഗ്രന്ഥ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നുണ്ട്. സത്യം ലോകത്തിന് വെളിവാക്കപ്പെട്ടത്, ആ മഹത്വത്തിൻ്റെ സൂചനയെയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ മുൻകൂട്ടി നൽകുന്നത് എന്നാണ് ആഗസ്തീനോസ് പിതാവ് പറയുന്നത്. ഇസ്രായേൽ ജനതയുടെ കർത്താവിൻ്റെ മഹത്വം, ദ ലോർഡ് ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ കർത്താവ് എന്നാണ് ഇസ്രായേൽ സമൂഹത്തിലെ കർത്താവ് അറിയപ്പെട്ടിരുന്നത് തന്നെ. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അതിൻ്റെ തന്നെ പശ്ചാത്തലത്തിൽ വേണം ഉണ്ണി മിശിഹായെ ദേവാലയത്തിൽ സമർപ്പിക്കുവാനായി കൊണ്ടുചെല്ലുമ്പോൾ ഓർസ്ലേം ദേവാലയത്തിൽ ശിശുവിനെ കരങ്ങളിലെടുത്തുകൊണ്ട് ശിമയോൻ ദീർഘദർശി പറഞ്ഞതും അതുതന്നെയായിരുന്നു: ഇതാ രക്ഷ ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു, ഇസ്രായേലിൻ്റെ മഹത്വമാണിത്, വിജാതിയർക്ക് വെളിപ്പെടാനുള്ള രക്ഷയുടെ വെളിപാടിൻ്റെ വെളിച്ചമാണ് എന്ന് പറയുമ്പോഴും ശിമയോൻ ദീർഘദർശി ഉദ്ദേശിച്ചതും ഈ യേശയ്യാ പറഞ്ഞ കാര്യം തന്നെ പൂർത്തിയാകുന്നു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ രക്ഷകനായിട്ട് വരുവാനിരിക്കുന്ന മിശിഹ, അതേ കാരണം അവിടുന്ന് ന്യായവിധിയുടെയും അഗ്നിയുടെയും അരൂപിയാൽ കർത്താവ് സിയോൻ പുത്രിയെ മാലിന്യത്തിൽ നിന്ന് അവിടെ വിമുക്തയാക്കും, രക്തക്കറകൾ കഴുകിക്കളയുമെന്നും യേശയ്യാ ദീർഘദർശി പറയുന്നുണ്ട്. അപ്പോൾ യേശയ്യായിലൂടെ പറയുന്ന ആ കർത്താവിൻ്റെ ശാഖ പൊട്ടി മുളയ്ക്കുന്ന ദിവസം, അതായത് മിശിഹ മനുഷ്യനായി അവതരിക്കുന്ന നാളുകളിൽ ഒരു ന്യായവിധിയുടെയും അരൂപിയുടെയും അഗ്നിയാൽ കർത്താവ് ഇസ്രായേലിനെ ശുദ്ധീകരിക്കും, രക്തക്കറകൾ കഴുകിക്കളയും, പാപവിമോചിതരാക്കും എന്നുള്ള സൂചനയുണ്ട്. അപ്പോൾ അത് സാധിക്കുന്നത് സിയോനിൽ മുഴുവനിലും കർത്താവിൻ്റെ രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കപ്പെടുന്നത് ഇപ്പോൾ അതിനോടുള്ള പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയാം. മിശിഹായെ സ്വീകരിക്കുന്നവർ, അവിടുന്ന് വിശ്വസിക്കുന്നവർ ജീവൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുന്നു, അല്ലാത്തവർ അന്ധകാരത്തിൽ തന്നെ കഴിയുകയും ചെയ്യേണ്ടി വരുന്നു. മിശിഹായുടെ ഈ ആഗമന ദിവസത്തിൽ, കർത്താവിൻ്റെ ശാഖയുടെ ദിവസത്തിൽ, ഭൂമിയിൽ ഈ രക്ഷയുടെ ഫലം കാണപ്പെടുന്ന ദിവസത്വം അത് പകൽ മേഘസ്തംഭമായിട്ടും രാത്രിയിൽ അഗ്നിജ്വാലയായിട്ടും കൂടെ ഉണ്ടാകും എന്നും യേശയ്യാ നബിയ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്, അനുസ്മരിപ്പിക്കുന്നത് ഇസ്രായേൽ ജനതയുടെ മരുഭൂമി യാത്രക്കിടയിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 13-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനത വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വഴി കാട്ടുവാനായിട്ട് പകല് മേഘസ്തംഭമായിട്ടും രാത്രിയിൽ അഗ്നിസ്തംഭമായിട്ടും അവർക്ക് രാത്രിയിൽ പ്രകാശം നൽകുവാനും വഴി നടത്തുവാനും വേണ്ടിയിട്ട് അഗ്നിസ്തംഭമായിട്ടും കർത്താവ് തന്നെ അവർക്ക് മുൻപേ പോയിരുന്നുവെന്ന് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അഭയവും സങ്കേതവുമായിട്ട് അന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപേ പോയിരുന്ന കർത്താവ് തന്നെ ഇന്ന് മിശിഹായിലൂടെയാണ് നമുക്ക് ലോകത്തിൻ്റെ പ്രകാശമായി അവതരിച്ച മിശിഹ തന്നെയാണ് ഈ വഴി കാട്ടുന്നത്, നമ്മെ സംരക്ഷിക്കുന്നത്, നമുക്ക് അഭയമായി നിൽക്കുന്നത് എന്ന് ഈ ദിവസങ്ങളിലെ പ്രഭാത പ്രാർത്ഥനയായ സപ്രാ നമസ്കാരത്തിൻ്റെ അവസാനത്തെ ശ്ലോസാകളിൽ ഒന്നിൽ നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: നിന്റെ സ്ലീവ ഞങ്ങൾക്ക് ഉയർന്ന കോട്ടയും സങ്കേതവുമായി നിലകൊള്ളുകയും അതിൻ്റെ ചിറകിൻ്റെ തണലിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന്. സ്ലീവ സൂചിപ്പിക്കുന്നത്
മിശിഹായിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ശ്രീവ ഉയർന്ന കോട്ടയും സങ്കേതവുമായി നിലകൊള്ളണം. നമുക്ക് മുകളിൽ അത് ഉണ്ടാകണം. എന്തിനു വേണ്ടി? അതിൻ്റെ തണലിൽ നമ്മൾ സംരക്ഷിതരാകുവാൻ വേണ്ടി. ഈ ഏശയ്യ മുൻകൂട്ടി അറിയിച്ചിരുന്ന ആ കർത്താവിൻ്റെ ശാഖയുടെ ദിവസം, ഫലം ശാഖയിൽ നിന്നുണ്ടാകുന്ന ഫലമാകുന്ന രക്ഷയുടെ ദിവസത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇതേ കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ മൂശ ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ഒരു മഹാസംഭവം ആരുടെ ചരിത്രത്തിലാണ് ഉണ്ടായിട്ടുള്ളത്? അഗ്നിയിൽ നിന്നുകൊണ്ട് ഒരു ദൈവം സംസാരിച്ചിട്ട് ആ സംസാരം കേട്ടിട്ട്, ആ സ്വരം കേട്ടിട്ട് ജീവിച്ചിരിക്കുന്ന ജനത ഏതാണുള്ളത്? എത്രയോ വലിയ ഭാഗ്യം ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ അവിടുന്ന് വിമോചിപ്പിച്ചു കൊണ്ടുവന്നത്. എങ്ങനെയാണ് നീട്ടിയ കരങ്ങളാൽ അവിടുന്ന് നിങ്ങളെ സംരക്ഷിച്ചത്? ജനതകളുടെ മധ്യേ നിന്ന് തിരഞ്ഞെടുത്തൊരു ജനതയായി, സ്വന്തം ജനതയായി തിരഞ്ഞെടുത്തത് എന്ന്. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ്? കർത്താവാണ് സത്യദൈവം എന്നും മറ്റൊരുവനില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് എന്നും മോശയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്നും നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 37-ാം വാക്യത്തിൽ മോശ പറയുന്നുണ്ട്. അവൻ നമ്മുടെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് ആ ശാശ്വതമായ സ്നേഹത്തിൻ്റെ പ്രകാശനമായിട്ടാണ് അവിടുന്ന് ഇസ്രായേൽ ജനതയെ തിരഞ്ഞെടുത്തത്, ഈജിപ്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നത് എന്നുള്ള കാര്യം മോശയെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് മോശ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും നിങ്ങൾ പാലിക്കണം. അവിടുത്തെ മാർഗദർശനം അനുസരിച്ച് അവിടുന്ന് നൽകുന്ന വഴിയെ ചരിക്കുക തന്നെ ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് പഴയ നിയമ വായനകളുടെ പശ്ചാത്തലത്തിൽ വേണം സുവിശേഷത്തെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ. ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വിവരിക്കും. ഇവിടെ ഈ മൂന്നാമത്തെ ഉപമ മനസ്സിലാകണമെങ്കിൽ, അല്ലെങ്കിൽ 15-ാം അധ്യായത്തിലെ 3 ഉപമകളും മനസ്സിലാകണമെങ്കിൽ ഇതിന് ആമുഖമായി നിൽക്കുന്ന 15-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചുങ്കക്കാരെയും പാപികളെയും എല്ലാം തൻ്റെ പക്കലേക്ക് സൗഹൃദത്തിലേക്ക് സ്വീകരിച്ചിരുന്നു. അവരുമായി ഭക്ഷണം പങ്കിട്ടിരുന്നു. അവരോട് കൂട്ടുകൂടിയിരുന്നു. ഈ ഒരു മനോഭാവത്തെ അംഗീകരിക്കുവാനോ സ്വീകരിക്കുവാനോ യഹൂദ നേതൃത്വത്തിന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഫരിസേയരും നിയമജനുമെല്ലാം ഈശോയുടെ ഈ പ്രവൃത്തിക്കെതിരെ പിറുപിറുക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് 15-ാം അധ്യായത്തിലെ 3 ഉപമകളും, നഷ്ടപ്പെട്ട ആടിൻ്റെയും നഷ്ടപ്പെട്ട നാണയത്തിൻ്റെയും നഷ്ടപ്പെട്ട പുത്രൻ്റെയും ഉപമ ഈശോ അരുളി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ 15-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ വിവരിക്കപ്പെടുന്ന ആ സന്ദർഭത്തിൻ്റെ തന്നെ, ആ രംഗത്തിൻ്റെ തന്നെ അല്പം കൂടി എൻലാർജ്ഡ് ആയിട്ടുള്ള, അല്പം കൂടി വിപുലീകരിച്ചുള്ള ഒരു ചിത്രീകരണമാണ് മൂന്നാമത്തെ ഉപമയിൽ കാണുന്നത്. ആദ്യ വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഈശോയെ കാണുന്നു, ഈശോയുടെ സൗഹൃദ വലയത്തിലുള്ള ചുങ്കക്കാരെയും പാപികളെയും കാണുന്നു. അതിനെ പുറത്തു നിന്നുകൊണ്ട് പിറുപിറുക്കുന്ന കാണുന്നത് ഈശോയുടെ സ്ഥാനത്ത് സ്വർഗീയ പിതാവാണ്. പാപിയുടെ തിരിച്ചുവരവിൽ, അനുതാപിയുടെ മടങ്ങി വരവിൽ സന്തോഷിക്കുന്ന, സ്വർഗം സന്തോഷിക്കുന്നതെന്നാണല്ലോ സുവിശേഷത്തിൽ പറയുന്നത്. ആ സന്തോഷത്തിൻ്റെ, ഈ പിതാവായ ദൈവത്തിനുള്ള സന്തോഷത്തിൻ്റെ, തിരിച്ചു വരുന്നവനെ ഓടിച്ചെന്ന് സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുന്ന ആ പിതാവിൻ്റെ സ്നേഹമാണ് യഥാർത്ഥത്തിൽ ഈശോ ചുങ്കക്കാരെയും പാപികളെയും സ്വീകരിച്ചപ്പോൾ അവരോട് സൗഹൃദം പങ്കിട്ടപ്പോൾ പ്രകാശിപ്പിച്ചത്. അപ്പോൾ തിരിച്ചു വരുന്ന, അനുദപിക്കുന്ന പാപിയോടുള്ള ആ മനോഭാവമാണ് ഈശോയുടേതും സ്വർഗീയ പിതാവിൻ്റെ ഒന്ന് തന്നെയാണ്. ഇനി യഹൂദ നേതൃത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ആരാണ്? മൂത്ത മകനാണ്. അവന് ഈ സംഗീതത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒന്നും അന്തരീക്ഷം അവന് മനസ്സിലാവില്ല, അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ധൂർത്തടിച്ച് വന്നിരിക്കുന്ന ഈ പുത്രനെ, ഇളയ പുത്രനെ സ്വീകരിച്ചതിലാണ് ഈ ജ്യേഷ്ഠന് രോഷം. അതുകൊണ്ടാണ് അവൻ അകത്ത് പോലും പ്രവേശിക്കാൻ സമ്മതിക്കാതെ വെളിയിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഈ ആദ്യ രംഗത്ത് പറയുന്ന ആ രംഗത്തിൻ്റെ, വിവരിക്കുന്ന രംഗത്തിൻ്റെ തന്നെ വിശദീകരണമാണ്. അത് വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈശോ ഈ സ്നേഹം കാരുണ്യം തന്നെ മനുഷ്യരൂപമെടുത്ത ഈശോയുടെ ജീവിതത്തിലാണ് ആ സ്നേഹപിതാവിൻ്റെ കാരുണ്യവും സ്നേഹവുമെല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. ഈ അനുദപിക്കുന്നവരോടുള്ള ആ അനുദപിക്കുന്നവരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സന്തോഷമാണ് പിതാവായ ദൈവത്തിന് സ്വർഗത്തിലുള്ളതും മനുഷ്യനായി അവതരിച്ച ഈശോ ഭൂമിയിൽ വ്യക്തമാക്കിയതും. ഇവിടെ ഈ അനുജനും ജ്യേഷ്ഠനും അത് സൂചിപ്പിക്കുന്നത് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമാണ്. മനുഷ്യരെല്ലാവരും പാപികളാണ്, പാപം ചെയ്യാത്തവരാരുമില്ല, അനുതാപം ആവശ്യമുള്ളവരാണ്. അനുദപിക്കാൻ തയ്യാറാകുന്നവരെ ഈശോ സ്വീകരിക്കാൻ തയ്യാറാണ് എപ്പോഴും. സ്നേഹപിതാവ് അവരുടെ തിരിച്ചുവരവ് കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ വിശ്വസിക്കുന്നവരാണ്
ഈ ഇളയ പുത്രൻ പ്രതിനിധാനം ചെയ്യുന്നത്. അതിനോട് വിശ്വസിക്കാതിരിക്കുന്നവരാണ് പുറത്തു നിൽക്കുന്ന ജ്യേഷ്ഠ സഹോദരൻ. അത് ചിലപ്പോഴൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദിമസഭയുടെയൊക്കെ പശ്ചാത്തലത്തിൽ വിജാതീയർ ചിലപ്പോൾ ഈ ഇളയ സന്തതിയുടെ സ്ഥാനത്തും യഹൂദ ജനത മൂത്ത പുത്രന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മൾ അംബ്രോസ് സഭാപിതാവിന്റെ അഭിപ്രായത്തിൽ പിതാവിന്റെ ഭവനം ഉപേക്ഷിക്കുന്നതിലൂടെ ഈ വ്യക്തി തിരുസഭയെ ഉപേക്ഷിച്ചു പോവുകയാണ്, മിശിഹായെ ഉപേക്ഷിച്ചു പോവുകയാണ്. ആ വേർപിരിയല് മിശിഹായിൽ നിന്നുള്ള സഭയിൽ നിന്നുള്ള വിശ്വാസിയുടെ വേർപിരിയല് അവനെ നന്മയുടെ അവസ്ഥയിൽ നിന്ന് സഭയിലായിരിക്കുമ്പോൾ ലഭിക്കുന്ന ഉദാശകളുടെ ദൈവവചനത്തിന്റെ ആ സംരക്ഷണത്തിൽ നിന്ന് അവനെ മാറ്റിക്കൊണ്ടു പോവുകയാണ്. അത് അവനെ അപകടത്തിലേക്ക് നയിക്കുമെന്നും അംബ്രോസ് പിതാവ് പറയുന്നുണ്ട്. ഇത് എത്തിക്കുന്നത് എവിടെയാണ്? ഈ ഈശോയിൽ നിന്ന് സഭയിൽ നിന്ന് അകന്നു പോയി കഴിയുമ്പോൾ അത് അന്ധകാരത്തിന്റെ രാജ്യത്തിലെ ഒരുവനെ എത്തിക്കുകയുള്ളൂ എന്ന് സഭാപിതാവായ ആഗസ്തിനോസും പറയുന്നുണ്ട്. അംബ്രോസ് തുടർന്ന് വീണ്ടും പറയുന്നത്, ഇവൻ ചെന്ന് കഴിയുമ്പോൾ പണമെല്ലാം ദൂർത്തടിച്ച് കഴിയുമ്പോൾ ആ ദേശത്ത് വലിയൊരു ക്ഷാമം ഉണ്ടാകുന്നു. ഈ ക്ഷാമം സൂചിപ്പിക്കുന്നത് ദൈവവചനത്തിന്റെ ക്ഷാമമാണ് എന്നാണ് അംബ്രോസ് പിതാവ് പറയുന്നത്. ദൈവവചനത്തിന്റെയാണ്. ആമോസിന്റെ പുസ്തകം ആമോസ് പ്രവാചകന് വേണ്ടി ജനം വിശക്കുന്നത്, വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ജനത്തെക്കുറിച്ച് ആമോസ് പ്രവാചകൻ പറയുന്നുണ്ട്. ആത്മീയ പോഷണത്തിനുള്ള മാർഗങ്ങളില്ലാതെ പോകുന്ന, ആത്മീയ പോഷണമില്ലാത്തതിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന, ആ സമൃദ്ധമായ ജീവന്റെ വചനം ലഭിക്കാതെ പോകുന്നത് കൊണ്ടുള്ള അവസ്ഥയാണ് അവിടെ ആമോസും സൂചിപ്പിക്കുന്നത്. അംബ്രോസ് വീണ്ടും പറയുന്നുണ്ട്, ഇവൻ ചെന്നുപെടുന്നത് പന്നിക്കൂട്ടത്തിലാണ്. പന്നി വളർത്തിയിരുന്ന സമൂഹം എന്ന് പറയുമ്പോൾ, കുടുംബം എന്ന് പറയുമ്പോൾ അത് വിജാതീയരുടെ സമൂഹമാണ്. അവിടേക്കാണ് ഇവൻ ചെന്ന് പതിച്ചത് എന്ന് ഉള്ള സൂചന ആ പന്നിക്കൂട്ടത്തിൽ എൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നുണ്ട് എന്നും അംബ്രോസ് പിതാവ് പറയും. പീറ്റർ ക്രിസ്തോലോഗസ് എന്ന സഭാപിതാവ് ഈ ഒരു വിരോധാഭാസം വ്യക്തമാക്കുന്നുണ്ട്. പിതാവിന്റെ ഭവനത്തിൽ സർവ്വസമൃദ്ധിയിലും കഴിഞ്ഞിരുന്ന ഈ പുത്രനാണ് ഇവിടെ ഈ പന്നിക്കൂട്ടിൽ വന്ന് ജീവിക്കേണ്ടി വരുന്നത്. അതൊരു വലിയൊരു വിരോധാഭാസം അവിടെ കാണാൻ സാധിക്കും. പന്നിക്ക് കൊടുത്തിരുന്ന തവിട് കൊണ്ട് പോലും അവന് വിശപ്പടക്കാൻ അവന് സാധിച്ചിരുന്നില്ല. ഈ തവിട് കൊണ്ട് വിശപ്പടങ്ങുക സഭയിൽ നിന്ന് മാറി നിൽക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ദാഹത്തെ ശമിപ്പിക്കുന്നതിന്, വിശപ്പടക്കുന്നതിന് സഹായിക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ വിശപ്പ് ശമിപ്പിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. അതിന് പിശാച് നൽകുന്ന ഭക്ഷണം, ഈ ലോകം നൽകുന്ന ഭക്ഷണം, അത് ലോകത്തിൻ്റെതായ ആകർഷണങ്ങൾ, അതൊരിക്കലും നമ്മുടെ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹത്തെയോ വിശപ്പിനെ ശമിപ്പിക്കുകയില്ല എന്നും അംബ്രോസ് പിതാവ് പറയുന്നുണ്ട്. മാബൂഗിലെ ഫിലക്സിനൂസ് പറയുന്നത്, ഇവൻ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ദൈവത്തിന്റെ പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ഇവൻ മറന്നുപോയില്ല. അത് ഓർക്കുന്നുണ്ട്. ആ ഓർക്കുന്നു എന്നുള്ള വസ്തുത തന്നെ അത് സൂചിപ്പിക്കുന്നത് അവനിൽ നിന്ന് ദൈവത്തിന്റെ അരൂപി മാമോദീസായിൽ, വിശ്വാസിയെ സംബന്ധിച്ച് അവൻ സഭയിൽ നിന്നും മിശിഹായിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ മാമോദീസായിൽ അവനിൽ വന്നു വസിക്കാൻ ആരംഭിച്ച റൂഹായുടെ ആ ചൈതന്യം അവനെ വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് എന്ന് ഫിലിക്സിനോസ് പറയുന്നുണ്ട്. പൗരസ്ത്യ സഭാപിതാവായ അപ്രേമന്റെ അഭിപ്രായത്തിൽ ദൈവിക സാന്നിധ്യത്തിലേക്ക്, ദൈവിക സഹവാസത്തിലേക്ക്, സമൃദ്ധിയിലേക്കുള്ള മടങ്ങിപ്പോകലാണ് ഈ ധൂർത്തുപുത്രന്റെ പിതാവിന്റെ ഭവനത്തിലേക്കുള്ള മടക്കുമെന്ന് പറയും. അംബ്രോസ് പിതാവ് വീണ്ടും പറയുന്നത്, ഈ ധൂർത്തുപുത്രന്റെ ഈ ഏറ്റുപറച്ചില്, പിതാവിന്റെ പക്കൽ വന്ന് ഏറ്റുപറയുന്നത് ആദ്യത്തെ കുമ്പസാരമാണ് എന്നാണ്. ആദ്യ കുമ്പസാരം, ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ കുമ്പസാരം നമ്മൾ കേൾക്കുന്നത് ഈ ധൂർത്തുപുത്രന്റെ ഏറ്റുപറച്ചിലൂടെയാണ്. സ്വർഗത്തിനും, പിതാവെ അങ്ങേക്കും സ്വർഗത്തിനും എതിരായി ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവെ എന്ന് യേശു പഠിപ്പിച്ച ആ പ്രാർത്ഥനയിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ, നമ്മൾ ചൊല്ലുന്നത് പോലെ തന്നെ, സ്വർഗീയ പിതാവിനോടുള്ള നമ്മളിവിടെ തെറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പിതാവിനെതിരെയുള്ള തെറ്റാണ്. പിതാവിനെതിരെയുള്ള തെറ്റ് സഹോദരനുള്ള തെറ്റുമാണ്. അതുകൊണ്ടാണ് സ്വർഗീയ പിതാവ് പാപങ്ങൾ അറിയുന്നുണ്ട്, എൻ്റെ പാപങ്ങൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഏത് തെറ്റും ദൈവത്തിനെതിരെ കൂടിയുള്ള തെറ്റാണ്, അവിടെ നിന്നുകൂടി മോചനം കിട്ടേണ്ടതുണ്ട് എന്നാണ് ഈ ധൂർത്തുപുത്രന്റെ ഏറ്റുപറച്ചിലിന്റെ അർത്ഥമെന്ന് സഭാപിതാക്കന്മാർ പറയും. സ്വർഗീയവും ഭൗതിക
പിതാവ് ഇവൻ അനുതാപത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ തന്നെ ഒരു അടയാളം കാണിക്കുമ്പോൾ, പന്നിക്കൂട്ടിൽ നിന്ന് ഇവൻ പുറത്തു വരുന്നു, പിതാവിന്റെ ഭവനത്തിലേക്ക് വരാൻ വേണ്ടി ഇവൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ തന്നെ പിതാവ് ഇറങ്ങിച്ചെന്ന് ഇവനെ ആശ്ലേഷിച്ച് ഇവന്റെ കഴുത്തിലേക്ക് വീണുവെന്നാണ് യഥാർത്ഥത്തിലുള്ള പരിഭാഷയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ആ ഓടിച്ചെന്ന സ്വീകരിക്കുന്ന ആ ഒരു രംഗം, അത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പുത്രനെ അയക്കുന്ന മനുഷ്യാവതാര രഹസ്യം മുഴുവന്റെയും സംഗ്രഹമാണ് എന്നും സഭാപിതാവായ അംബ്രോസ് പറയുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് ആ കെട്ടിപ്പിടിക്കലും ആലിംഗനവും എല്ലാം പിന്നീടുള്ള ആഘോഷവും എല്ലാം സൂചിപ്പിക്കുന്നത് മനുഷ്യാവതാരത്തിലൂടെ പിതാവായ ദൈവം വ്യക്തമാക്കിയ ആ ഒരു വലിയ സ്നേഹമാണ്. പീറ്റർ ക്രിസ്തോലോഗോസും ഇക്കാര്യം തന്നെ പറയുന്നുണ്ട്. പിതാവിൻ്റെ ഈ പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നത് മനുഷ്യാവതാരത്തിൽ പുത്രനെ അയച്ചുകൊണ്ട് ദൈവം കാണിച്ച ആ ഒരു വലിയ കൃപയുടെ ഈ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് അവന് മഹത്വത്തിൻ്റെ അടയാളങ്ങൾ, അധികാരത്തിൻ്റെ അല്ലെങ്കിൽ ബഹുമാനത്തിൻ്റെ അടയാളമായിരുന്ന മോതിരം ധരിപ്പിക്കുന്നു. എന്തിനാണ് ഈ മോതിരം ധരിപ്പിക്കുന്നത്? ഈ ചെരുപ്പുകൾ അടിക്കുന്നതും മനോഹരമായ വസ്ത്രം അണിയിക്കുന്നതുമെല്ലാം ഇത് കാണുന്ന നാട്ടുകാർ മനസ്സിലാക്കണം, ഇവൻ പൂർവ്വസ്ഥിതിയിലേക്ക്, ആ പുത്രത്വത്തിലേക്ക്, പുത്രസ്ഥാനത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്നുള്ളത്. ഇനി ഏറ്റവും ശ്രദ്ധേയമായ സംഗതി, ഇവനെ സ്വീകരിക്കുവാൻ വേണ്ടി പിതാവ് ഒരുക്കുന്ന ആ വലിയ വിരുന്നാണ്. ഈ പുത്രനെ പോലെ സ്വീകരിക്കുകയാണ് ഈ ഒരു വലിയ വിരുന്നിലേക്ക്. ആ വിരുന്ന് പരിശുദ്ധ കുർബാന തന്നെയാണ്. ദൈവപിതാവായ ഏകപുത്രന്റെ ശരീരവും രക്തവും നമുക്കായി നൽകുന്ന ആ ഏക ബലിയുടെ അനുസ്മരണമായ ആ വിരുന്നിലേക്കാണ് തിരിച്ചു വരുന്ന പാപിയെ പിതാവായ ദൈവം സ്വീകരിക്കുന്നത് എന്ന് പിതാക്കന്മാർ എല്ലാവരും പറയുന്നുണ്ട്. സഭാപിതാവായ ഇരണേവൂസ് സക്കറിയ പുരോഹിതൻ ഓർശലേം ദേവാലയത്തിൽ സന്നിഹിതനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏതിനു വേണ്ടിയുള്ള ഇളയ പുത്രന്റെ തിരിച്ചുവരവിൽ നൽകപ്പെടാനിരിക്കുന്ന ആ ഒരു കാള അവിടെ സന്നിഹിതനാണ്. അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷത്തിന്റെ പ്രതീകമായിട്ട് പലപ്പോഴും ഒരു കാളയെയാണല്ലോ അവതരിപ്പിക്കാറുള്ളത്. അപ്പോൾ ആ കാള ഇവിടെ കൊല്ലപ്പെടുകയാണ്. എന്തിനു വേണ്ടി? അനുദപിച്ച് തിരിച്ചു വരുന്ന ഈ പുത്രനെ സ്വീകരിക്കുന്നതിൻ്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈശോ തന്റെ ശരീരവും രക്തവും നൽകുന്നത്, ഈ കാള അവിടെ പ്രതിനിധാനം ചെയ്യുന്നത് സ്വന്തം ശരീരവും രക്തവും നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷകനായ ഈശോ മിശിഹായെ തന്നെയാണ് എന്നാണ് ഇരണേവൂസ് സഭാപിതാവ് പഠിപ്പിക്കുന്നത്. പാപത്തിൽ നമുക്ക് ആഴത്തിന് നഷ്ടപ്പെട്ട ആ മഹത്വമാണ് മിശിഹായിൽ മനുഷ്യവർഗം കണ്ടെത്തുന്നത് എന്നും പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂത്ത മകൻ ഇസ്രായേൽ ജനതയാണ്, ഈശോയിൽ വിശ്വസിക്കാത്ത ഇസ്രായേൽ ജനതയാണ്. വിജാതീയർ പോലും ഈശോയിൽ വിശ്വസിച്ച് സഭയിലേക്ക് ഈ ദൈവത്തിന്റെ മനോഭാവത്തിനെതിരെ, ഇസ്രായേൽ ജനതയ്ക്ക് വെളിയിലുള്ളവർക്ക് കൂടി രക്ഷ നൽകുന്നതിനെതിരെ പിറുപിറുക്കുന്ന, വിശ്വസിക്കാതിരിക്കുന്ന ഇസ്രായേൽ ജനതയെ, യഹൂദ ജനതയെയാണ് സൂചിപ്പിക്കുന്നത് എന്നും സഭാപിതാക്കന്മാർ, പ്രത്യേകിച്ച് പീറ്റർ ക്രിസ്തോലോഗസും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവിടെ പഴയ നിയമവും പഴയ ഉടമ്പടിയും പുതിയ നിയമം അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഈശോയുടെ വരവോടുകൂടി മനുഷ്യാവതാരത്തോടുകൂടി പിതാവായ ദൈവം വ്യവസ്ഥയില്ലാതെ കരുണ മനുഷ്യവർഗത്തോട് കാണിക്കുന്ന, ഏത് സമയം തിരിച്ചു വരുമ്പോഴും അവരെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് ഓർപ്പിക്കുകയാണ്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പിതാവായ ദൈവം തന്നിൽ നിന്ന് അകന്നുപോയ പുത്രനെ സ്വീകരിക്കാൻ വേണ്ടി പന്നിക്കൂട്ടിലേക്ക് പോയില്ല. അവൻ കിടന്നിരുന്ന പന്നിക്കൂട്ടിൽ പോയി അവൻ്റെ കൂടെ അവനെ സ്വീകരിച്ച് അവൻ്റെ കൂടെ കഴിയുകയല്ല ചെയ്യുന്നത്. അവനെ സ്വീകരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്, അവനെ ആശ്ലേഷിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് പന്നിക്കൂട്ടിലേക്ക് പിതാവായ ദൈവം പോയില്ല. ആ പന്നിക്കൂട്ടിൽ നിന്ന് പുറത്തു വരുവാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് പിതാവ്. ഇന്നത്തെ നമ്മുടെ പ്രശ്നം പലപ്പോഴും ഈ പന്നിക്കൂട്ടിൽ കഴിയുന്നവരുടെ പക്കലേക്ക് പോയി അവരെ സ്വീകരിച്ച് അവരോട് കൂടെ ചേർന്ന് പന്നിക്കൂട്ടിൽ തന്നെ സ്വീകരിച്ച് ദൈവത്തിന്റെ ഭവനത്തിലേക്ക്, സത്യസഭയിലേക്ക്, സത്യ ആരാധനയിലേക്ക് കൊണ്ടുവരേണ്ടവര് പന്നിക്കൂട്ടിൽ പോയി ഈ പന്നികളുടെ കൂടെ കഴിയുന്നവരുടെ കൂടെ ആ സ്വഭാവത്തിൽ തന്നെ മെഴുകി അവിടെ തന്നെ കഴിയുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെയും മനുഷ്യനായി അവതരിച്ച് ഈശോ പ്രദർശിപ്പിച്ച ആ കാരുണ്യത്തിൻ്റെയും എല്ലാം
അതിനെല്ലാം വിരുദ്ധമായ സാക്ഷ്യമാണ് പലപ്പോഴും നൽകപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. എപ്പോൾ അനുതാപത്തിന്റെ ഒരു അടയാളം തെറ്റ് ചെയ്യുന്നവർ കാണിക്കുന്നുവോ അപ്പോഴാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും മനുഷ്യനായി അവതരിച്ച ഈശോയുടെ കാരുണ്യവുമെല്ലാം അനുഭവവേദ്യമാകുന്നത്. അതേക്കുറിച്ച് പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതുന്ന 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ടല്ലോ, മൂശയുടെ തേജസ് മറയ്ക്കുവാൻ വേണ്ടി, ആ ഉജ്ജ്വല തേജസ് ഇസ്രായേലിൽ കാണാതിരിക്കാൻ ഈശോയിലേക്ക്, പുതിയ നിയമത്തിലേക്ക്, പുതിയ ഉടമ്പടിയിലേക്ക് മനുഷ്യർ തിരിയുമ്പോഴാണ്. അപ്പോൾ ആ ഉടമ്പടിയിലേക്ക്, മിശിഹായിലേക്ക് തിരിയാതെ, മിശിഹായുടെ മനോഭാവം ശരിക്കും മനസ്സിലാകാതെ പഴയ നിയമ മനോഭാവത്തിൽ തന്നെ പോകുമ്പോൾ നമുക്ക് ഈ രക്ഷ സാധ്യമാവുകയില്ല എന്ന് അവിടെ നിന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകുവാനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഒരു വലിയ ബോധ്യത്തിൽ നമ്മൾ മിശിഹായുടെ മനോഭാവം അനുകരിക്കുന്നവരാകണമെന്നാണ് ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ മുൻപിൽ, ആ മിശിഹായിൽ പ്രകാശിതമായ ആ കാരുണ്യത്തിൻ്റെ മുൻപിൽ നമുക്കും വിനീതരായി നിൽക്കാം. ആ സ്നേഹത്തിനും കാരുണ്യത്തിനും അർഹരാക്കണമേ